ടു എം ജി എസ് ലേണിംഗ് സ്പോട്ട്. അപ്പം നമ്മൾ +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, നമ്മൾ ചാർജസ് എന്ന് പറഞ്ഞാൽ മെയിൻലി രണ്ടെണ്ണമായിട്ടാണ് എടുക്കുക. ഏതാണ്? ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അപ്പം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമുക്കറിയാം. എന്താണ്? സെയിം ലൈക്ക് ചാർജസ് ആണെങ്കിൽ, അതായത് ഒരേപോലത്തെ ചാർജസ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യുകയും ചെയ്യും. അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അല്ലേ? രണ്ട് പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് തമ്മിൽ വെച്ച് റിപ്പൽ ചെയ്യും. അതേസമയം ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വെച്ച് കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യും. പക്ഷെ അതിൻ്റെ കുറച്ച് ചാർജസിൻ്റെ ചില ബേസിക് ആയിട്ടുള്ള വേറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ചാർജസ് കൺസേർവ്ഡ് അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് ചാർജസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. തേർഡ് വൺ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ഇത് എന്താന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്കൊരു ടേം പരിചയപ്പെടണം, പോയിന്റ് ചാർജ്. അപ്പോൾ എന്താണ് ഒരു പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഒരു ചാർജ്ഡ് ബോഡി എടുക്കുക. അപ്പോൾ ആ ബോഡീൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 2 ചാർജ്ഡ് ബോഡീസ് ഉണ്ട്, ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ. അപ്പോൾ ആ 2 ചാർജ്ഡ് ബോഡീസിൻ്റെ സൈസ്, അതായത് ഇപ്പോൾ ഈ ഒരു സൈസ് അതിൻ്റെ ഡിസ്റ്റൻസിനേക്കാൾ വളരെ ചെറുതാണെങ്കിൽ ആ ചാർജ്ഡ് ബോഡീനെ നമുക്ക് പോയിന്റ് ചാർജ് എന്ന് വിളിക്കാം. അതായത് വളരെ ചെറിയൊരു ബോഡി, ചാർജ്ഡ് ബോഡീസ് ഉണ്ട്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കേസസിൽ നമുക്ക് ആ പെർട്ടിക്കുലർ ചാർജ്ഡ് ബോഡീനെ നമുക്കൊരു പോയിന്റ് ചാർജ് എന്ന് പറയാം. അതായത് അതിനകത്തുള്ള ചാർജ് എല്ലാം ഒരു സിംഗിൾ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അസ്യൂം ചെയ്യും. അതാണ് ഒരു പോയിന്റ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് വലിയൊരു ബോഡീൻ്റെ ചാർജസ് എല്ലാം സിംഗിൾ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ. പക്ഷേ അതെന്ന് വെച്ചാൽ ഏത് കേസിലാണ് നമ്മൾ പോയിന്റ് ചാർജ് എടുക്കുന്നത്? ആ ചാർജ്ഡ് ബോഡീൻ്റെ സൈസ്, ആ രണ്ട് ചാർജ്ഡ് ബോഡി വെക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനേക്കാൾ വളരെ ചെറുതാണെങ്കിൽ മാത്രം ആ ഒരു കേസിലാണ് നമ്മൾ അതിനൊരു പോയിന്റ് ചാർജ് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ചാർജ് ഈസ് കൺസേർവ്ഡ്. അതായത് നമ്മൾ ഒരു നേരത്തെ കണ്ട കേസിലൊക്കെ നമ്മൾ പല രീതിയിൽ ബോഡീസിന് ചാർജ് ചെയ്യുന്നുണ്ടല്ലോ, അല്ലേ? ചാർജ് ബൈ ഇൻഡക്ഷനൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്? അവിടെ പുതുതായിട്ടൊരു ചാർജ് കൊടുക്കുകയാണോ അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ ചാർജ് ഉണ്ടാക്കുകയാണോ? ശരിക്കും അങ്ങനെയല്ലല്ലോ. കാരണം ഒരു ബോഡിയിലുള്ള ചാർജ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആയിട്ടാണ് അത് ചാർജ് ആവുന്നത്. അപ്പം ചാർജസ് കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ പറയുന്ന ഒന്നുമല്ല, ഒരു സിസ്റ്റത്തിനകത്തുള്ള ചാർജ് എപ്പോഴും സെയിം ആയിരിക്കും അല്ലെങ്കിൽ കൺസേർവ്ഡ് ആയിരിക്കും, അതിനകത്ത് മാറ്റം വരുന്നില്ല. ഇപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി പറയുന്ന പോലെ തന്നെ ചാർജിൻ്റെയും പറയാം. അതായത് പുതുതായിട്ടൊരു ചാർജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുമില്ല, ഡിസ്ട്രോയ് ചെയ്യുന്നുമില്ല, അത് ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരുന്നു. അത് ചാർജസ് ആർ നെയ്തർ ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി. നമ്മൾ നേരത്തെ ചാർജിങ് കണ്ട പോലെ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് റോഡും ഒരു വൂളൻ ക്ലോത്തും നോക്കുക, ഒരു സിൽക്കിൻ്റെ ക്ലോത്തും ഒരു ഗ്ലാസ് റോഡും നോക്കുകയാണെങ്കിൽ നമ്മളിത് റബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മളെന്താ വേണ്ടത്? ഗ്ലാസ് റോഡൊക്കെ പോസിറ്റീവ് ആവുകയും ചെയ്യും, സിൽക്ക് നെഗറ്റീവ് ആവുകയും ചെയ്യും. പക്ഷെ ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് ഓൾറെഡി ഇതിനകത്ത് കുറച്ച് പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും ഉണ്ട്, അത് ന്യൂട്രലായി നിൽക്കുമായിരുന്നു. സെയിം വേ സിൽക്കിനകത്തും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഉണ്ട്, അത് സ്റ്റേബിളായിട്ട് ന്യൂട്രലായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഇത് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് കുറച്ച് ഇലക്ട്രോൺസ് ഇതിലേക്ക് ട്രാൻസ്ഫർ ആയി, അതുവഴി ഇത് കൂടുതൽ നെഗറ്റീവ് ആവുകയും ചെയ്തു. അതായത് ഒരു ബോഡി ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആവും, ഒരു ബോഡി ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആവും. അപ്പോൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഇവിടെ നിന്നുള്ള കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടി, അപ്പോൾ ഈ ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡായി. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതെന്നും ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറഞ്ഞു, അപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഇവിടെ കൂടുതൽ. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജായി. പക്ഷേ ഈ ഒരു സിസ്റ്റം ടോട്ടലായിട്ട് നമ്മൾ നോക്കുമ്പം
അതിനകത്ത് പുതുതായിട്ട് നമ്മളൊന്നും ആഡ് ചെയ്തിട്ടുമില്ല, ഒന്നും ഒഴിവാക്കിയിട്ടുമില്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആയി. അപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂൾ എടുക്കുക. ആ സ്കൂളിൽ 2 ക്ലാസ് റൂം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ക്ലാസ് റൂമിൽ ഇപ്പോൾ 20 ബോയ്സ് ഉണ്ട്, ഇതിലിപ്പോൾ 20 ഗേൾസ് ഉള്ളൊരു ക്ലാസ്സാണെന്ന് വിചാരിക്കാം. പിന്നെ ഇടയ്ക്ക് വേറെ ഒരു സബ്ജക്റ്റിൻ്റെ സമയത്ത് ഇവിടുന്ന് ഒരു 10 ബോയ്സ് ഇങ്ങോട്ട് പോയി, അവിടുന്ന് ഒരു 10 ഗേൾസ് ഇങ്ങോട്ടും വന്നു, അല്ലെങ്കിൽ ഇത് വേണ്ട, ഒരു 10 ബോയ്സ് അങ്ങോട്ട് പോയി. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ ഈ ക്ലാസ്സിലാണെങ്കിലോ ബോയ്സ് മാത്രമാണ്, ഈ ക്ലാസ്സിലാണെങ്കിൽ ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്. പക്ഷേ 10 ബോയ്സേ ഉള്ളൂ, അപ്പോൾ ഗേൾസിൻ്റെ എണ്ണമല്ലേ കൂടുതൽ. അപ്പോൾ ഇത് ഗേൾസ് മെജോറിറ്റി ഉള്ള ക്ലാസ്, ഇത് ബോയ്സ് മാത്രമായിട്ട് ബോയ്സ് മെജോറിറ്റി ഉള്ള ക്ലാസ് എന്ന് പറയാം. പക്ഷേ ആ സ്കൂളിൽ എങ്ങനെയാണ് ശരിക്കും ടോട്ടൽ 20+20 40 സ്റ്റുഡൻസ് തന്നെ ഉള്ളൂ, അല്ലാതെ അവിടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടോ കുറച്ചിട്ടോ ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ചാർജസിൻ്റെ കേസിലും. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് ചാർജസ് എവിടുന്നും ആഡ് ചെയ്യുന്നു ഡിസ്ട്രോയ് ചെയ്യുന്നുമില്ല. ആ സിസ്റ്റത്തിനകത്ത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആയിക്കൊണ്ടാണ് ബോഡീസ് ചാർജ് ആവുന്നത്. അതാണ് ചാർജ് ഈസ് കൺസേർവ്ഡ്. അതായത് ഒരു സിസ്റ്റത്തിനകത്ത് എപ്പോഴും ചാർജ് എന്ന് പറഞ്ഞാൽ കൺസേർവ്ഡ് ആയിരിക്കും, അതിനകത്ത് പുതുതായിട്ട് ആഡ് ആവുന്നതോ കുറയുന്നോ ഇല്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ചാർജസിൻ്റെ എങ്ങനെയാണ് ആഡപ്പ് ആവുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പം നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്തു, ആ ബോഡിയിൽ 2 ചാർജസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. Q1 Q2 എന്ന് പറഞ്ഞാൽ 2 ചാർജസ് ഉണ്ട്. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിരിക്കാം, നെഗറ്റീവ് ചാർജ് ആയിരിക്കാം. അപ്പോൾ ഈ 2 പോയിന്റ് ചാർജസ് ഉള്ള ഒരു ബോഡീൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q1 + Q2 ആയിരിക്കും. അതായിരിക്കും ഇതിൻ്റെ ടോട്ടൽ ചാർജ്. ഇപ്പോൾ വേറൊരു ബോഡിയിൽ ഒരുപാട് ചാർജസ് ഉണ്ട്, Q1 ഉണ്ട്, Q2, Q3, Q4, അങ്ങനെ Qn നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബോഡീൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ചാർജസിൻ്റെയും ആൾജിബ്രിക് സം ആയിരിക്കും. അപ്പോൾ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്താ പറയുന്നത്? ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ ആൾജിബ്രിക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. അതാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് പറയുന്നത്. അതായത് ഒരു സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ബോഡിക്കകത്ത് എത്ര ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടോ ആ ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ എല്ലാം ആൾജിബ്രിക് സം, അതായത് നമ്മൾ ജസ്റ്റ് ആഡപ്പ് ചെയ്ത് പോവുക, ആൾജിബ്രിക് സം ആയിരിക്കും ആ ഒരു ബോഡീൻ്റെ നെറ്റ് ചാർജസ് അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നമുക്ക് സാധാരണ നമ്മളൊരു നമ്പേഴ്സ് ആഡ് ചെയ്യില്ലേ, അതേപോലെ അങ്ങ് ആഡ് ചെയ്യാം. പക്ഷേ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സൈൻസ് നോക്കണം. അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. ഇപ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ല നമ്മൾ എടുക്കുക, അതിൻ്റെ സൈനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ബോഡിക്കകത്തുള്ള ചാർജസ് ആണ് +1, +2, -3, +4, -5. ഇതൊരു ബോഡിക്കകത്തുള്ള ചാർജസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ 1 + 2 + -3 അല്ല, അപ്പോൾ നമ്മൾ -3 തന്നെ എടുക്കണം, +4 + -5 വരും. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? 1 + 2 + 1 + 2 -3 +4 -5 എന്ന് പറയുമ്പം 3 വരും, 7, 4, 1 -1 ആയിരിക്കും ആ ബോഡീൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസിൽ പറയുന്നത്. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ് ആയിരിക്കും. പക്ഷേ അതിനകത്ത് നമ്മൾ സൈൻ കൺസിഡർ ചെയ്യണം നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അപ്പം നമ്മൾ പറയുന്ന പോലെ ഒരു ചാർജ്ഡ് ബോഡി, ആ ചാർജ് ബോഡിയിൽ ഒരുപാട് ചാർജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് നമ്മൾ E എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ്.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കിലോ പഞ്ചസാര വാങ്ങി വിചാരിക്കുക. ആ 1 കിലോ പഞ്ചസാര മേക്ക് ചെയ്യുന്നത് എന്താ? ഓരോ ചെറിയ സിംഗിൾ ഗ്രെയിൻ ഓഫ് ഷുഗർ അല്ലേ. അപ്പോൾ ആ 1 കിലോ ഇതിൻ്റെ പഞ്ചസാരയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണി ഷുഗറാണ്, അല്ലെങ്കിൽ 1 മണി പഞ്ചസാരയുടെ ഒരു തരിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് തരികൾ ചേർന്നിട്ടല്ലേ ആ ഒരു 1 കിലോ ഓഫ് ഷുഗർ ഉണ്ടാക്കുന്നത്. സെയിം വേ ഒരു ബോഡീൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാവില്ല, അതിങ്ങനെ കൂടുതൽ ആഡ് ചെയ്തിട്ടല്ലേ നമുക്ക് ടോട്ടൽ ചാർജ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ബേസിക് യൂണിറ്റിനെ നമ്മൾ ഇ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ബോഡിയിലുള്ള ചാർജിനെ നമുക്കിതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിക്കൂടെ? അപ്പോൾ ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് n ഇൻറ്റു ഇ എന്ന് എഴുതാലോ. ഇതിനകത്ത് n എന്ന് പറഞ്ഞാൽ എനി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കും. ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് ബ്ലോക്സ് എല്ലാവരും കണ്ടില്ലേ? ചെറുപ്പത്തിൽ നിങ്ങൾ കുട്ടികളായിരിക്കും ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകുന്നത്. അതിനെ നമുക്കൊരു ബേസിക് യൂണിറ്റ് എന്നുള്ള രീതിയിൽ വിളിക്കാം. ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് യൂണിറ്റ് ആണ്. അങ്ങനെ ഒരുപാട് ബ്ലോക്ക് യൂസ് ചെയ്തിട്ടല്ലേ നിങ്ങൾ അതിനകത്ത് ഓരോ ഷേപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ടോട്ടൽ ഷേപ്പിൽ എത്ര ബിൽഡിംഗ് യൂണിറ്റ്സ് ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഓരോ ബിൽഡിംഗ് യൂണിറ്റ്സും ആഡപ്പ് ചെയ്യല്ലേ ചെയ്യുക. അതായത് സെയിം ആണെങ്കിൽ നമുക്ക് n ഇൻറ്റു ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് എഴുതാം. ആ സെയിം രീതിയിലാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ചാർജ് ഉണ്ട്, ആ യൂണിറ്റ് ചാർജസ് എത്ര എണ്ണം ഉണ്ടെന്നുള്ള വെച്ചിട്ടാണ് നമ്മളൊരു ബോഡീൻ്റെ ടോട്ടൽ ചാർജ് പറയുന്നത്. അപ്പം ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ ഇസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ഇ. അതിനകത്ത് n എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ബേസിക് യൂണിറ്റ് നമ്മൾ ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്തില്ലേ? എന്താണ് ഈ ഇ? അപ്പം നമ്മൾ നോർമലി ഇ എന്ന് പറഞ്ഞ് എടുക്കുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ. ഒരു പ്രോട്ടോണിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെയോ ചാർജിനെയാണ് നമ്മൾ ഇ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോണിന് സെയിം ചാർജാണ്, പക്ഷേ നമുക്കറിയാം ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ് ആണ്, പ്രോട്ടോൺ പോസിറ്റീവ്ലി ചാർജ് ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജിനെ മൈനസ് ഇ എന്നും പ്രോട്ടോണിൻ്റെ ചാർജിനെ പ്ലസ് ഇ എന്നുമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം എന്താണ് ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് നമ്മൾ ഇ എന്ന് പറഞ്ഞു. ആ ഇ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടാണ് നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ ആണെന്ന് പറഞ്ഞു. ഇനി ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോണിനെയാണ് നമ്മൾ ഇ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇലക്ട്രോൺ നമ്മൾ നോർമലി നെഗറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജിനെ മൈനസ് ഇ എന്നും പ്രോട്ടോണിൻ്റെ ചാർജിനെ പോസിറ്റീവ് ഇ എന്നും നമ്മൾ വിളിക്കുന്നു. അപ്പം നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് ചാർജ് ഇസ് ഓൾവേസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദി ബേസിക് യൂണിറ്റ് ഇ. അതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളം എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ സി വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ശരിക്കും ഒരു കൂളം ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്തു. ആ കണ്ടക്ടറിൽ 1 ആംപിയർ കറണ്ട് കൊടുക്കുന്ന സമയത്ത് ആ കണ്ടക്ടറിലൂടെ 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിൻ്റെ എണ്ണം ആണ് ഒരു കൂളം ചാർജ് എന്ന് പറയുന്നത്. അപ്പം കൂളം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ചാർജ് ആണ്. ഒരു കണ്ടക്ടറിലൂടെ 1 സെക്കൻഡിൽ 1 ആംപിയർ കറണ്ട് കൊടുക്കുമ്പം അതിലൂടെ 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിൻ്റെ ക്വാണ്ടിറ്റീനെയാണ് നമ്മളൊരു കൂളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബേസിക് യൂണിറ്റ് ഇ, അതായത് ചാർജ് ഓഫ് എ പ്രോട്ടോൺ ഓർ ഇലക്ട്രോൺ, അത് എത്രയാണ് ശരിക്കും? ഇ എന്ന് പറഞ്ഞാൽ ഇൻ്റെ വാല്യൂ 1.60219 2 × 10⁻⁻⁻⁴
19C ആണ്. അതാണ് ഒരു ബേസിക് യൂണിറ്റ് ഇ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.602192 × 10⁻⁻19 കൂളം. ഇത്രയാണ് ഒരു ബേസിക് യൂണിറ്റിൻ്റെ ചാർജ്. അതിപ്പം ഇലക്ട്രോൺ ആണെങ്കിലും പ്രോട്ടോൺ ആണെങ്കിലും സെയിം ആണ് അല്ലേ, രണ്ടിനും സെയിം വാല്യൂ ആണ്. അപ്പം ഒരു കൂളം ചാർജ് വേണമെങ്കിൽ എത്ര ഇലക്ട്രോൺ വേണം? നമുക്കറിയാം ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ n × e എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് എത്രയാണ്? ഒരു കൂളം ചാർജാണ്. ഒരു ഇലക്ട്രോണിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് n അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? n = നേരെ ഇങ്ങോട്ട് ഇട്ടാൽ പോരെ, 1 കൂളം ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഈ 1.602192 × 10⁻⁻19C. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 6.241 × 10⁻18 ഇലക്ട്രോൺസ് ആണ്. ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വാല്യൂ പറയുമ്പം പോയിന്റ് വെച്ചിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എത്ര ആൾ വന്നു എന്ന് വെച്ചാൽ 5.5 ആൾക്കാർ വന്നു എന്ന് നമ്മൾ പറയില്ലല്ലോ. 5 ആൾ അല്ലെങ്കിൽ 6 ആൾ. ഇത് നമുക്ക് ഓൾമോസ്റ്റ് 6.2 അല്ലേ, അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 6 × 10⁻18 നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതായത് 6 കഴിഞ്ഞ് 18 പൂജ്യം ഇട്ട് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവോ അത്രയും ഇലക്ട്രോൺസ് ചേർന്നാൽ അല്ലെങ്കിൽ അത്രയും പ്രോട്ടോൺസ് ചേർന്നാലാണ് ഒരു കൂളം ചാർജ് നമുക്ക് കിട്ടുക. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ചാർജസിൻ്റെയൊക്കെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഇത്രയും വലിയ ചാർജസ് ആയിട്ട് ഡീൽ ചെയ്യേണ്ടി വരില്ല. അതായത് ഒരു കൂളം ചാർജ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. പക്ഷേ നമുക്ക് ഈ ഇലക്ട്രിക് ചാർജസ് ഒക്കെ വെച്ച് ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂഷ്വലി ഇതിനേക്കാൾ ചെറിയ വാല്യൂസ് ആണ് കൂടുതലായിട്ട് എൻകൗണ്ടർ ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചാർജസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു മൈക്രോ കൂളം, അതായത് 10⁻⁻6 കൂളം, അല്ലെങ്കിൽ ഒരു മില്ലി കൂളം എന്ന് പറയും, 10⁻⁻3 കൂളം. ഈ രീതിയിലുള്ള യൂണിറ്റ്സ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു പ്രോട്ടോണും ഇലക്ട്രോണും. അപ്പം നമ്മൾ യൂണിവേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള 2 ചാർജസ് ഏതൊക്കെ? ഈ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ആണ് അല്ലേ. കാരണം ആ 2 ചാർജസ് ആണ് ബേസിക് ആയിട്ടുള്ള. അത് പിന്നെ ജോയിൻ ചെയ്തിട്ടാണ് ആറ്റംസ്, മോളിക്യൂൾ, സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പം ബേസിക് ആയിട്ട് ചാർജസ് ഏതൊക്കെയാണ്? ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജും പ്രോട്ടോണിൻ്റെ പോസിറ്റീവ് ചാർജും. അങ്ങനെയാണെങ്കിൽ ഒരു ബോഡിയിൽ n1 നമ്പർ ഓഫ് ഇലക്ട്രോണും n2 നമ്പർ ഓഫ് പ്രോട്ടോണും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ബോഡീൻ്റെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? നമ്മളറിയാം ഇലക്ട്രോണിൻ്റെ ആണ് നമ്മൾ നെഗറ്റീവ് ഇ എന്നാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം n1 × നെഗറ്റീവ് ഇ പ്ലസ് n2 × പോസിറ്റീവ് ഇ. ഇത് നമ്മൾ ഇ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? n2 - n1 × ഇ. ഇതിനകത്ത് നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറാണ്, n1 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറാണ്, n2 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറാണ്. അപ്പം n2 - n1 ഇൻറ്റിജർ അല്ലേ. അപ്പോൾ എങ്ങനെ നോക്കിയാലും ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ ആയിരിക്കും. അതായത് ഇൻ്റെ ബേസിലാണ് നമ്മളത് ഇൻക്രിമെൻറ്റ് ചെയ്ത് വരുന്നത്. അത് ചിലപ്പോൾ 10 ഇ ആവാം, 20 ഇ, 100 ഇ, അങ്ങനെ വെച്ചിട്ട് ഇനെ നമുക്ക് ബേസിക് സ്റ്റെപ്പ് എന്ന് പറയാം. അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ഫ്ലോർ വരുന്ന പോലെ ഓരോ ഇ അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ വാല്യൂസ് ഓഫ് ഇ വെച്ചിട്ടായിരിക്കും നമ്മൾ ടോട്ടൽ ചാർജസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. പക്ഷെ അത് വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പം ഇ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസ് യൂണിറ്റ് അല്ലേ. നമ്മൾ മാക്രോസ്കോപ്പിക് ലെവലിൽ നോക്കുമ്പോഴും മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കുമ്പോഴും ഇതിൻ്റെ ഇമ്പോർട്ടൻസിന് വ്യത്യാസമുണ്ട്. ഇപ്പം ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. പക്ഷെ ഞാൻ കുറേ ഡോട്ടുകൾ ചേർത്തിട്ടാണ് ഒരു ലൈൻ വരയ്ക്കുന്നത്. വളരെ ചെറിയ ഡോട്ടുകൾ ആഡ് ചെയ്തിട്ട് ഞാനൊരു ലൈൻ റെപ്രസെൻറ്റ് ചെയ്ത് നിങ്ങളിത് കുറച്ച് ദൂരെ ആസ് എ ഹോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒരൊറ്റ സിംഗിൾ ലൈനായിട്ടാണ് തോന്നുക.
പക്ഷേ ശരിക്കും എന്താണ്, ഇത് ചെറിയ 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 ഡോട്ടുകൾ ചേർന്നിട്ടാണ് നമ്മൾ ഒരു ലൈന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മാക്രോസ്കോപ്പിക് ലെവലിൽ നോക്കുക എന്ന് പറഞ്ഞാൽ ഞാനിതിപ്പം കുറച്ച് ദൂരെ നിന്ന് ആസ് എ ഹോൾ നോക്കുകയാണ്. അപ്പോൾ ഇതൊരു ലൈൻ പോലെ തോന്നും. അതിനകത്ത് നിന്ന് ഇപ്പം ഒരു ഡോട്ട് ഇവിടുന്ന് ഒരു ഡോട്ട് ഇവിടുന്നൊക്കെ പോയാലും നമ്മൾ ആസ് എ ഹോൾ നോക്കുമ്പോൾ അതിന് വലിയ ചേഞ്ച് വന്നതായിട്ട് തോന്നുന്നില്ല, കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചാണ് വന്നിരിക്കുന്നത്. പക്ഷേ മൈക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചെറിയൊരു ഭാഗം എടുത്തിട്ട് സൂം ചെയ്ത് നോക്കുന്ന പോലെയാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ഡോട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മാക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു മൈക്രോ കൂളം എടുത്തെന്ന് വിചാരിച്ചു. അത് ഓൾമോസ്റ്റ് 10⁻18 ടൈംസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. 10⁻13 അത്രയും മൾട്ടിപ്പിൾസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും ഒരു മൈക്രോ കൂളം എടുത്താൽ തന്നെ. അപ്പോൾ അത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ അകത്ത് നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കൂടിയാലോ കുറഞ്ഞാലോ നമുക്കറിയില്ല. അതാണ് മാക്രോസ്കോപ്പിക് അപ്രോച്ച് അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് വേൾഡിൽ നമ്മൾ സംഭവിക്കുന്നത്. പക്ഷേ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ്സ് അല്ലെങ്കിൽ ഒരു ടെൻസ് ഓഫ് ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത്രയും പോർഷൻ എടുത്തു. ഇതിനകത്ത് നിന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഒരു മാക്രോസ്കോപ്പിക് ലെവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ചെറുതായിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ സ്മോൾ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ഒന്നും നമുക്ക് അത്ര വലിയൊരു എഫക്റ്റ് അതിനകത്ത് ഉണ്ടാക്കുന്നില്ല. പക്ഷേ മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഏതൊക്കെയായിരുന്നു? ഒന്ന് അഡീഷൻ ഉണ്ട്, പിന്നെ ക്വാണ്ടൈസേഷൻ ഉണ്ട്, പിന്നെ കൺസർവേഷൻ ഓഫ് ചാർജസ് ഉണ്ട്. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജസ് ഓഫ് എ സിസ്റ്റം റിമെയിൻസ് സെയിം, അതിൽ ആഡ് ചെയ്യുക, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയോ ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. അഡിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമുക്ക് ഓരോ ചാർജസ് ഇൻഡിവിജ്വൽ ചാർജസ് ആഡപ്പ് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ ചാർജ് ഓഫ് ദ സിസ്റ്റം. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ഇൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അത് ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ആവാം പ്രോട്ടോണിൻ്റെയും ചാർജ് ആവാം, രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ എൻ എന്ന് പറഞ്ഞാൽ എനി ഇൻറ്റിജർ, അപ്പോൾ അതിൻ്റെ ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും എപ്പോഴും നമ്മുടെ ടോട്ടൽ ചാർജ് ഓഫ് ദ ബോഡി. ഇതാണ് നമ്മുടെ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കൂളംസ് ലോ. കൂളംസ് ലോ ശരിക്കും നമ്മൾ രണ്ട് പോയിന്റ് ചാർജസ് കൺസിഡർ ചെയ്യും, ഒരു Q1 അല്ലെങ്കിൽ ഒരു Q2. ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സിനെ പറ്റിയിട്ടൊരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ആ ഫോഴ്സ് എങ്ങനെയാണെന്നുള്ള ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലോ ആണ് കൂളംസ് ലോ. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുന്നത് നോക്കാം. കൂളംസ് ലോ states that force between 2 point charges is directly proportional to the product of magnitude of 2 charges and inversely proportional to the square of distance between them, and the direction of this force is along the line joining the 2 charges. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു Q1 എന്ന് പറഞ്ഞൊരു ചാർജ് ഉണ്ട്, Q2 എന്ന് പറഞ്ഞ വേറൊരു ചാർജും ഉണ്ട്. ഇത് R എന്നുള്ളൊരു ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ്. അപ്പോൾ കൂളംസ് ലോ വെച്ചിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഈ രണ്ട് ചാർജസ് തമ്മിൽ ഫോഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും, രണ്ടും നെഗറ്റീവ് ആണെങ്കിലും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. ഇപ്പോൾ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ തമ്മിൽ അട്രാക്ട് ചെയ്യും. എങ്ങനെയായാലും അവിടെ എന്തോ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ഒന്നെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. അങ്ങനത്തെ സമയത്ത് ഇതിനെ കൂളംസ് ലോ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഫോഴ്സ്, അതായത് തമ്മിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, പ്രൊപ്പോർഷണൽ നമ്മൾ ഈ ഒരു സിമ്പിൾ വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 ചാർജസ്. രണ്ട് ചാർജ് Q1 Q2 അതിൻ്റെ പ്രോഡക്റ്റ്, അതായത് Q1 ഇൻറ്റു Q2 അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതായത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്മൾ എടുക്കേണ്ടത്, ജസ്റ്റ് ആ പ്രോഡക്റ്റ് വാല്യൂ എടുക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ചാർജസ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോമിനേറ്ററിൽ എടുക്കുക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം.
ഇതിൻ്റെ ഡിസ്റ്റൻസ് r ആണ്, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ കൂളംസ് ലോ വെച്ചിട്ട് എന്താ ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു ഇൻഡിവിജ്വൽ ചാർജസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ടു ഇൻഡിവിജ്വൽ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെം. പിന്നെ ഒന്നും കൂടി പറയുന്നത് എന്താ, ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ് ഈസ് അലോങ് ദി ലൈൻ ജോയിനിങ് ദി ടു ചാർജസ്. അത് ഈ രണ്ട് ചാർജസിനെയും ജോയിൻ ചെയ്യുന്ന ലൈൻ ഇങ്ങനെയല്ലേ, അപ്പം ഈ ഒരു ലൈനിലൂടെ ആയിരിക്കും അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഉണ്ടാവുക. ഇപ്പം ഈ രണ്ടെണ്ണം ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ലൈനിലൂടെ ആയിരിക്കും ആ ഫോഴ്സ് ഉണ്ടാവുക. നമ്മളിപ്പോൾ ഒരു കയറ് കെട്ടി വലിക്കുകയാണെങ്കിൽ ആ കയറിലൂടെ അല്ല ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഈ രണ്ടെണ്ണം തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ അലോങ് ആയിട്ടായിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. റിപ്പൽഷൻ ആണെങ്കിൽ രണ്ട് എണ്ണം അങ്ങോട്ട്, അല്ലെങ്കിൽ അട്രാക്ഷൻ ആണെങ്കിൽ ഈ ലൈനിലൂടെ ഫോഴ്സ് ഇങ്ങനെ ഈ വരുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണൽ ആണെന്ന് എഴുതി. ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഇക്വാളിറ്റി ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ടു എഴുതണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് വേണം അല്ലേ. ആ കോൺസ്റ്റൻറ്റ് നമ്മൾ കെ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എഴുതും, എഫ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു Q1 ഇൻറ്റു Q2 ബൈ ആർ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ കൂളംസ് ലോ വെച്ചിട്ട് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ആ കോൺസ്റ്റൻറ്റ് കെ ഉണ്ട്, ആ കെ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഈ കോൺസ്റ്റൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ 9 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇതാണ് ഒരു കെ, ആ കോൺസ്റ്റൻ്റെ വാല്യൂ. അപ്പം ശരിക്കും ഒരു കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? അതായത് ഒരു കൂളം ചാർജുള്ള രണ്ട് ബോഡീസ് 1 മീറ്റർ ഡിസ്റ്റൻസിൽ വെക്കുന്ന സമയത്ത് അത് തമ്മിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ ആയിരിക്കും. 1 കൂളം ചാർജുള്ള ഫോഴ്സസ് 1 മീറ്റർ ഡിസ്റ്റൻസിൽ വെക്കുന്ന സമയത്ത് അത് തമ്മിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ. അപ്പം ആ ഇത് വെച്ചിട്ടാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് കെ എന്നുള്ളത് ഡിഫൈൻ ചെയ്തത്. അപ്പം നമ്മൾ നോർമലി ഇക്വേഷൻസിനകത്ത് കെ എന്നുള്ള വാല്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1/4πε0. അപ്പം നമ്മൾ ഫോഴ്സിനെ എങ്ങനെ എഴുതും, എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇനി ഇതിനകത്ത് നിങ്ങൾ പുതിയൊരു ടേം കണ്ടു അല്ലേ, ε0. ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ആണ്. ε0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതായത് നമ്മളിത് യൂഷ്വലി കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ ഈ രണ്ട് ചാർജസ് അല്ലെങ്കിൽ കൂളംസ് ലോ ഡിഫൈൻ ചെയ്യുന്നത് ആ രണ്ട് ചാർജസ് വാക്വത്തിൽ വെക്കും എന്നുള്ള ഒരു ഐഡിയൽ കേസ് വെച്ചിട്ടാണ്. അപ്പം ഒരു ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിലുള്ള പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആ വാക്വം അല്ലെങ്കിൽ വാക്വം ആയിരിക്കുന്ന ആ സ്പേസിൽ ഈ ഇലക്ട്രിക് ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് പെർമിറ്റ് ചെയ്യാനുള്ള ആ വാക്വം സ്പേസിൻ്റെ കേപ്പബിലിറ്റിനെയാണ് നമ്മൾ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ നമ്മൾ ഈ രണ്ട് ചാർജസ് വെച്ചിരിക്കുന്ന സ്പേസില്ലേ, ആ ഒരു വാക്വം സ്പേസിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രീ സ്പേസിൽ, ആ ഫ്രീ സ്പേസിനകത്ത് ഈ ഇലക്ട്രിക് ഫീൽഡ് പെർമിറ്റ് ചെയ്യാനുള്ള ആ ഫ്രീ സ്പേസിൻ്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ അത് എത്രത്തോളം പെർമിറ്റ് ചെയ്യും അതിൻ്റെ ഒരു വാല്യൂ ആണ് ε0 എന്ന് പറയുന്നത്. അപ്പോൾ ε0ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 8.854 ഇൻറ്റു 10⁻⁻12 സി സ്ക്വയർ ന്യൂട്ടൺ ഇൻവേഴ്സ് μ/2. ഇതാണ് ε0ൻ്റെ വാല്യൂ.
അപ്പോൾ 1/4πε0 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ സി സ്ക്വയർ കിട്ടും. അപ്പോൾ ആ വാല്യൂസ് മാറിപ്പോയത് നമ്മുടെ കെ എന്നുള്ള ടോട്ടൽ വാല്യൂ ആണ് 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ സി സ്ക്വയർ. അതിനകത്ത് അത് നമ്മൾ 1/4πε0 എഴുതുന്ന സമയത്ത് ε0 അഥവാ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിൻ്റെ വാല്യൂ ആണ് 8.854 × 10⁻12 സി സ്ക്വയർ ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ ഇൻവേഴ്സ്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ കൂളംസ് ലോനകത്ത് ഫോഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കെൻ്റെ വാല്യൂ കണ്ടു, അതിങ്ങനെയാണെന്ന് കണ്ടു. കൂളംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കണ്ടു. അതായത് രണ്ട് ചാർജസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ force is directly proportional to product of magnitude of two individual charges and inversely proportional to the distance between the charges. പിന്നെ ആ ചാർജസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈനിലൂടെ നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ലൈനിന് അക്രോസ് ആയിരിക്കും ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൾഷൻ ഉണ്ടാവുക. അത് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി K × Q1 Q2/r² എന്ന് എഴുതി. അപ്പോൾ Kൻ്റെ വാല്യൂ നമ്മൾ എന്താണെന്ന് കണ്ടു. അത് 1/4πε0 എഴുതുമ്പം അതിൻ്റെ ε0ൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടു. അതെന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ആണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഇതെന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് അല്ലേ. ഫോഴ്സ് എപ്പോഴും വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതായത് അതിനൊരു മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഒരു ഡയറക്ഷനും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൂളംസ് ലോ വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്ത ഫോഴ്സിനെ എങ്ങനെ നമ്മൾ വെക്റ്റർ ഫോമിൽ എഴുതും. പിന്നെ ഇതേപോലെ ഇപ്പം നമ്മൾ രണ്ട് ചാർജസ് ആണ് കണ്ടത്. അതേപോലെ മൾട്ടിപ്പിൾ ചാർജസ് വരുമ്പം എന്തായിരിക്കും കേസ്, ആ രണ്ട് കേസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അതെല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ പറയുക. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.